രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മസംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണം എല്ലാ പുരാണങ്ങൾ അതുപോലെ ഇതിഹാസങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടൊരു സംക്ഷിപ്ത വിവരണത്തോടു കൂടിയിട്ടും പിന്നീട് അത് വിശദീകരിക്കുന്നതായിട്ടുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാ പുരാണ ഇതിഹാസങ്ങളും അങ്ങനെയാണ്. ആദ്യം ഒരു സംക്ഷിപ്ത വിവരണം ഉണ്ടാവും, എന്താണ് അതിൽ പറയാൻ പോകുന്നത് എന്നുള്ളത്, പിന്നെ അതിനെ വിശദീകരിക്കുക. അങ്ങനെയാണ് ഇവിടെ അതിനനുസരിച്ചിട്ടുള്ളൊരു പശ്ചാത്തലം സൃഷ്ടിച്ചിരിക്കുകയാണ്. വാൽമീകി നാരദനും തമ്മിലുള്ള ഒരു സംഭാഷണത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ വാൽമീകി വിനയത്തോടു കൂടിയിട്ട് നാരദനോട് ചോദിക്കണം, ഓം തപസ്വാധ്യായ നിരതം തപസ്സി വാഗ്വിദാം വരം നാരദം പരിപപ്രച്ച വാൽമീകീർ മുനിപുങ്കവം. മുനിശ്രേഷ്ഠനായിരിക്കുന്ന വാൽമീകി നമ്മളൊരു തപസ് ചെയ്തിരുന്നതാണ് തപസ്വാധ്യായ നിരതം. ഈ ഗായത്രിയുടെ ആദ്യത്തെ അക്ഷരമാണ് ഓം. സുഖ അങ്ങനെയല്ലോ തുടങ്ങുക. ഇതിൽ 24,000 ശ്ലോകം ഉള്ളതിൽ 1000 ശ്ലോകങ്ങളാക്കി തിരിച്ച് 24,000 ഉണ്ട് എന്നാണ്. ഓരോ 1000 ഗായത്രിയുടെ അക്ഷരം കൊണ്ട് അത്രയും തുടങ്ങണം. ഭൂർഭുവസ്വം അടുത്ത 1000 ഭുവ എന്നുള്ള അക്ഷരം കൊണ്ടാവും തുടങ്ങുക. അങ്ങനെ ഒരു ഗ്രന്ഥം ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഏത് കാലത്താണെന്ന് ആലോചിക്കണം. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഓഫ്സെറ്റോ കമ്പ്യൂട്ടറോ ഒന്നും സൗകര്യമില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ 24,000 ശ്ലോകം കൃത്യമായിട്ട് 1000 ഗായത്രിയുടെ അർത്ഥം ആ അക്ഷരം കൊണ്ട് തുടങ്ങാൻ തന്നെ അതിൻ്റെ മാഹാത്മ്യം എത്രയുണ്ട്. അതുകൊണ്ട് ഗായത്രി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനമാണ് വാൽമീകി രാമായണം എന്ന് ചിലർ പറയുന്നു. അപ്പം തപസ്സിൽ തന്നെ നിരതനായിരിക്കുന്ന ആ മുനിപുങ്കവനായിരിക്കുന്ന തപസ്സിയായിരിക്കുന്ന വാൽമീകി നാരദനോട് ചോദിച്ചു, വാഗ്വിദാം വരം നാരദം, വാഗ്വിശാരദനായിരിക്കുന്ന നാരദനോട് എന്നാണ്. എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത് എന്നാണെങ്കിൽ, കോന്നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ. ഈ ലോകത്തിൽ ഏറ്റവും ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും ദൃഢവ്രതനും സത്യനിഷ്ഠനും ആയ ആൾ ആരാണ്? നാരദ മഹർഷി. രണ്ടും മുനിയാണ്. നാരദൻ ദേവർഷിയാണ്, വാൽമീകി മുനിയാണ്. ഒരു മുനി മറ്റേ മുനിയോട് ചോദിച്ചു. കൂടുതൽ ശ്രേഷ്ഠൻ നാരദനായതുകൊണ്ടാണ് വാൽമീകി നാരദനോട് ചോദിച്ചത്. അത് വെറുതെ ഒരു അറിയാനുള്ള ആഗ്രഹം മാത്രമല്ല എന്ന് നാരദനും കേട്ടപ്പോൾ തോന്നി. എന്തോ ഒരു ഉദ്ദേശമുണ്ട് ഈ ചോദിക്കുന്നതിൽ. ഏറ്റവും ഗുണവാനായിട്ടുള്ള ആളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ട് ചിലത് എഴുതണം, അതിനെ തുടർന്ന് ചിലത് സംഭവിക്കാനുണ്ട് എന്ന് തോന്നിയിട്ടാവണം നാരദനത് വിസ്തരിച്ചു. ഒരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ആത്മവാനും ദേഷ്യത്തെ ജയിച്ചവനും തേജസ്വിയും അസൂയയില്ലാത്തവനും യുദ്ധത്തിൽ ശത്രുപക്ഷത്തെ നിലയ്ക്ക് നിർത്തി തരിപ്പണാക്കാൻ കഴിവുള്ളവനും ആര് എന്നൊക്കെയാണ് ആ ചോദ്യം. ആ ചോദ്യത്തിൽ തന്നെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലായി. ദേഷ്യത്തെ ജയിക്കണം, ജിതേന്ദ്രിയനാവണം ഒക്കെ ചോദിച്ചു. ഇപ്പം നാരദൻ പറഞ്ഞു, കേട്ടാലും ഹേ വാൽമീകിയെ, അങ്ങ് ചോദിച്ച പ്രകാരത്തിലുള്ള പുരുഷൻ വളരെ കുറവാണ്. ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. എന്നാൽ ഒരാളുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ ഇക്ഷ്വാകു ഭൂതനായിട്ടുള്ള രാമനാണ് ഏകദേശം ഈ ഗുണങ്ങളെല്ലാം ഉള്ളത്. ആ രാമൻ ബുദ്ധിമാനാണ്, നീതിമാനാണ്, വാഗ്മിയാണ്, ശ്രീമാനാണ്.
എല്ലാ ഐശ്വര്യങ്ങളുടെയും വിളനിലമാണ്. പിരിഞ്ഞ മാറിടം ഉള്ളവനും ശത്രുക്കളെ നിലയ്ക്ക് നിർത്താനും വില്ല് പ്രയോഗിക്കുന്നതിൽ അതീവ സമർത്ഥനും സർവാംഗലക്ഷണയുക്തനും ആണ്. സമ വിഭക്താംഗ സ്നിഗ്ധവർണ്ണ പ്രതാപവാൻ, നല്ല നിറം, ഒത്ത നിറമാണ്. മാറിടം പിരിഞ്ഞവനാണ്. വില്ല് കയ്യിലേന്തി കഴിഞ്ഞാൽ ശത്രുവിനെ തരിപ്പണാക്കാൻ കഴിവുള്ളവനും ലക്ഷ്മിവാനും ആണ്. ധർമ്മജ്ഞനാണ്, സത്യസന്ധനാണ്. അതേപോലെ തന്നെ യശസ്വിയാണ്. ധർമ്മത്തിൽ നിഷ്ഠയുള്ളവനും ക്രോധത്തെ ജയിച്ചവനും. എന്നാൽ വേണ്ട സമയത്ത് ക്രോധം ഉണ്ടാവും. ശത്രുക്കളോട് ക്രോധിക്കും, അല്ലാത്ത സമയത്തൊക്കെ ക്രോധത്തെ ജയിച്ചവനും. സർവശാസ്ത്ര തത്വജ്ഞന, എല്ലാ ശാസ്ത്രത്തെയും അറിയുന്നവനും. വീര്യത്തിൽ വിഷ്ണുവിന് തുല്യമായിട്ടുള്ളവനും ആണ്. വിഷ്ണു സദൃശനാണ് എന്ന് പറഞ്ഞു. വിഷ്ണു സദൃശനും ക്രോധ കാലാഗ്നി തുല്യനായിട്ട് ആ ക്രോധത്തിന് വിഷയമായിട്ടുള്ളതിനെ ഭസ്മമാക്കും കഴിവുള്ളവനും ആണ്. അതുകൊണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായിട്ടുള്ള ശ്രീരാമനാണ്. അങ്ങ് ചോദിച്ചിട്ടുള്ള ഗുണങ്ങളെല്ലാം തികഞ്ഞിട്ടുള്ള ഒരാൾ എന്ന് വേണം പറയാൻ. ദശരഥൻ്റെ 4 മക്കളിൽ മൂത്തവനാണ് ഈ രാമൻ. ആ രാമനെ പറ്റി കുറച്ച് പറഞ്ഞതിന് ശേഷം ആ കഥയിലേക്ക് കടന്നു. ഇതിൻ്റെ കഥ പറയുക. ഇനിയിപ്പോൾ ഈ രാമന് എന്തൊക്കെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്നാണെങ്കിൽ ചുരുക്കി പറയാം എന്ന് പറഞ്ഞിട്ട് നേരെ കഥയിലേക്കാണ് കടക്കുകയാണ് നാരദ മഹർഷി. ഗുണങ്ങളാണ് പറഞ്ഞിട്ട് നിർത്തല്ല, ചോദിച്ചതിനുള്ള ഉത്തരമല്ല പറയുള്ളൂ, ചിലപ്പോൾ അതിനേക്കാൾ അധികം പറയും. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കണ്ടേ. ആ തെളിയിക്കുന്ന സംഭവങ്ങളാണ് മഹർഷിയെ പിന്നീട് ഉണ്ടായത്. തമേവം ഗുണസമ്പന്നം രാമം സത്യപരാക്രമം ജ്യേഷ്ഠം ജ്യേഷ്ഠഗണയുക്തം പ്രിയം ദശരഥസുതം. ദശരഥന് ഏറ്റവും പ്രിയനായിട്ടുള്ള ഈ രാമനെ എന്ത് ചെയ്തു? യൗവരാജ്യേന സംയുക്തം ഇച്ഛേ പ്രീത്യ മഹത്പതി. യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദശരഥൻ തീരുമാനിച്ചു. ദശരഥൻ രാജാവാണ്, പക്ഷേ യുവരാജാവായിട്ട് ഇനി അടുത്ത അവകാശി എന്നുള്ള നിലയ്ക്ക് രാമനെ അഭിഷിക്തനാക്കാൻ വേണ്ടി പട്ടാഭിഷേകം നിശ്ചയിച്ചതായിട്ടുള്ള സമയത്ത് 2 വരം ചോദിച്ചുകൊണ്ട് കൈകേയി എന്ന പത്നി അതിനെ മുടക്കി. കഥയിലേക്ക് കടന്നു എന്നർത്ഥം. 3 പത്നിമാരാണ്, കൗസല്യ, കൈകേയി, അതുപോലെ സുമിത്ര. അതിൽ കൈകേയി ഈ പട്ടാഭിഷേകത്തെ മുടക്കുകയാണ് ഉണ്ടായത്. പണ്ട് ദേവാസുര യുദ്ധത്തിൽ 2 വരങ്ങൾ നൽകിയിരുന്നു, എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളാൻ. അതിലത്തെ ഒന്ന് കൈകേയി പുത്രനായിട്ടുള്ള ഭരതനെ രാജാവാക്കാനും രാമനെ വനവാസത്തിന് അയക്കാനുമായിട്ട് കൈകേയി ചോദിച്ചു. തന്നിമിത്തം വനവാസം രാമന് സ്വീകരിക്കേണ്ടി വന്നു. പട്ടാഭിഷേകം നിശ്ചയിച്ചതായിട്ടുള്ള രാമൻ വനവാസത്തിന് പോവുകയും ഭരതന് അഭിഷേകം നിശ്ചയിക്കാൻ തീരുമാനിക്കുകയും അതിന് വരം കൊടുക്കുകയും ചെയ്തു. ദശരഥൻ വളരെ തളർന്നു വീണു. അതിൽ ഹൃദയം മുറിച്ചെടുക്കുന്ന പോലെയുള്ള ദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും കൈകേയി കൂട്ടാക്കിയില്ല, ഉറച്ചു നിന്നു. അതിന് കാരണം തൻ്റെ ദാസിയായിട്ടുള്ള മന്ദരയുടെ പ്രേരണ ആയിരുന്നു. വരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ രാമൻ യാതൊരു മടിയും കൂടാതെ ആ വനവാസത്തെ അംഗീകരിച്ചു. ധർമ്മപത്നിയായിട്ടുള്ള സീത അനുഗമിക്കുകയും ചെയ്തു. അനുജനായിട്ടുള്ള ലക്ഷ്മണനും ഒരു മടിയും കൂടാതെ ജ്യേഷ്ഠനെ ഞാൻ അനുഗമിക്കുകയാണ് എന്ന് പറഞ്ഞു. വനവാസത്തിൽ പോയി ഗുഹനെ വഴിക്ക് വെച്ച് കണ്ടു. പലതരത്തിലുള്ള നദികൾ, ആദ്യം കിടക്കുന്നത് തമസാ നദിയാണ്, പിന്നെയാണ് ഗംഗ കിടക്കുന്നത്. ആ നദികളെല്ലാം കടന്ന് ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ വസിച്ചു. ഭരദ്വാജനെ നമിച്ചു. ചിത്രകൂടത്തിൽ വസിച്ചു. ഈ സമയത്ത് ഭരതൻ യുധാജിത്തിൻ്റെ അവിടെ തൻ്റെ അമ്മയുടെ രാജ്യത്ത് അയക്കപ്പെട്ടിരുന്നു. ശത്രുഘ്നോടുകൂടി തിരിച്ചു വന്ന് വിവരം കേട്ടു. വല്ലാതെ തൻ്റെ അമ്മയെ ചീത്ത പറഞ്ഞു. ഈ രാജ്യവും വേണ്ട, എനിക്ക് യാതൊന്നും വേണ്ട, ഏട്ടനില്ലാത്ത രാജ്യം എനിക്ക് എന്തിനാണ് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വന്നു. ചിത്രകൂടത്തിൽ വസിക്കുന്നതായിട്ടുള്ള രാമനെ കണ്ടു. നിർബന്ധിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് നടന്നില്ല. അച്ഛൻ്റെ സത്യം പാലിക്കണമെങ്കിൽ ഭരത അത് നടക്കില്ല, അതുകൊണ്ട് നീ പോകണം, രാജ്യം ഭരിക്കണം.
ഒരുപാട് വാദവിവാദങ്ങളൊക്കെ ഉണ്ടായി. ആ അച്ഛൻ മരിച്ചതായിട്ടുള്ള വാർത്ത കേൾക്കുന്നു. പുത്രദുഃഖത്താൽ ദശരഥൻ മരിക്കുന്നു. കൊണ്ടുണ്ടായിട്ടുള്ള മിനിശാപങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വളരെയേറെ ദുഃഖിച്ച അച്ഛന് ശേഷക്രിയഗതികളൊക്കെ ചെയ്ത് മെതിയടിയും കൊണ്ട് ഭരതൻ മടങ്ങുകയാണ്. ഏട്ടൻ്റെ നിർബന്ധപ്രകാരം നന്ദിഗ്രാമത്തിൽ വസിക്കണു. പാതുകം വെച്ച് പൂജിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും അത് ഏട്ടൻ്റെ മറുപടിയായിട്ട് ഉത്തരമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് 14 കൊല്ലം നന്ദിഗ്രാമത്തിൽ വസിക്കുന്നത്. തുടർന്ന് ദണ്ഡകാരണ്യത്തിൽ പോകുന്നു, വിരാധനെ വധിക്കുന്നു. ഒക്കെ കഥ ഷോർട്ടാണ്, വിശദീകരിക്കില്ല. ശരഭംഗ മഹർഷിയെ കാണുന്നു, സുധീഷ്ണനെ കാണുന്നു, അഗസ്ത്യനെ കാണുന്നു. മഹാമുനിമാരെല്ലാം അവിടെ സംഗമിച്ചു. രാമൻ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം, വാൽമീകി രാമായണം വിഷ്ണുവായിട്ട് കണ്ടിട്ടില്ല എന്നത് തെറ്റാണ്. ഈശ്വരനായിട്ടും വിഷ്ണു അവതാരമായിട്ട് തന്നെയാണ് വാൽമീകി രാമായണത്തിൽ കാണുന്നത്. അല്ലെങ്കിൽ അഗസ്ത്യനൊക്കെ വന്ദിക്കുമോ? സാധാരണ ഇത്രയും കേമനാണ് അഗസ്ത്യൻ. മറ്റു മഹർഷിമാരെല്ലാം കൂടി വന്ന് വന്ദിക്കും. ഒരു രാജാവ് വന്നു പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. രാജാവ് അങ്ങടാണ് വന്ദിക്കേണ്ടത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. മഹർഷിമാരെല്ലാം വന്ന് ഒരുപാട് രാക്ഷസന്മാരുണ്ട്, ഞങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നു, പല മഹർഷിമാരെ കൊന്നു എന്ന് പറയുന്നു. അവരെയൊക്കെ വധിക്കാനുള്ള പ്രതിജ്ഞ ചെയ്യണം. അതുവരെ ആർക്കും കഴിയാത്ത രാക്ഷസവധം എങ്ങനെ ഒരു സാധാരണ ആൾ ചെയ്യും? രാമൻ ഈശ്വരനായിട്ട് തന്നെയാണ് പറയുന്നത്. ശൂർപ്പണയ്ക്ക ആ സമയത്ത് അവിടെ വന്നു. മനോഹരമായിട്ടുള്ള പാദചിഹ്നങ്ങൾ കണ്ടു. തേടിപ്പോയി അതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടു. രാമനെ ഭർത്താവായിട്ട് വരിക്കണു. പറ്റില്ല, ഞാൻ സീതയുണ്ട് അവിടെ, ഒരാളുടെ ഭർത്താവാണ് ഇപ്പോൾ തന്നെ, അവിടെ നീ സപത്നി ദുഃഖം അനുഭവിക്കേണ്ടവളല്ല എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് അയക്കണു. ലക്ഷ്മണൻ വീണ്ടും രാമൻ്റെ അടുത്തേക്ക് തന്നെ അയച്ച് ആ അംഗച്ഛേദം ചെയ്യുന്നു. ചെവി അതുപോലെ തന്നെ ഒക്കെ മൂക്ക് മുതലായിട്ട് ഛേദിച്ച് ഒലിക്കുന്ന ചോരയോടുകൂടി കരദൂഷണത്തെ ശിരസ്സുകൾ ഇളകി എല്ലാവരും വന്നു. അവരെയെല്ലാം വധിച്ചു. 14,000 രാക്ഷസന്മാരെ വധിക്കാനുള്ള പ്രതിജ്ഞ രാമൻ ചെയ്തു. തുടർന്ന് ശൂർപ്പണഖ ഇത് വിവരങ്ങൾ രാവണനോട് പറഞ്ഞ് മാരീചനെ മാനായിട്ട് അയച്ച് എങ്ങനെയെങ്കിലും സീതയെ ഇവരിൽ നിന്ന് അകറ്റാൻ പറയുകയാണ്, രാമലക്ഷ്മണന്മാരിൽ നിന്ന്. അപ്പോൾ അവിടെ പറഞ്ഞു, അങ്ങിപ്പോൾ ചെയ്യണത് തെറ്റാണ്, വലുതായിട്ടുള്ള ആപത്ത് ഇതുണ്ടാക്കും. 14,000 രാക്ഷസന്മാരെയും കരദൂഷണത്തെ ചിരത്തുകളെയും ഒരാൾ വധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ സാധാരണക്കാരനല്ല. അതുകൊണ്ട് രാമ വേണ്ടാത്തതിന് പുറപ്പെടാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെ. ഇപ്പോൾ മരീചൻ മീതെ ആയതുകൊണ്ടാണ് ഉപദേശിച്ചത്, അല്ലെങ്കിൽ രാവണനോട് ഉപദേശിക്കാനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞത് കേട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ആയുധത്തിന് നീ വിധേയനാവും എന്ന് പറഞ്ഞു. ദുഷ്ടായുധത്തേക്കാൾ നല്ലത് രാമൻ്റെ ആയുധം ഏറ്റുമരിക്കുകയാണ് തീരുമാനിച്ചു. മാനായിട്ട് രാമനെ അകറ്റി പിന്നാലെ പിടിച്ചു തരാൻ വേണ്ടി സീത പറയുന്നു. ആ സമയത്ത് സീതയെ അപഹരിക്കുന്നു രാവണൻ. ജടായു ഇത് കണ്ട് തടയുന്നു. ആ ജടായുവിനെ ചന്ദ്രഹാസം കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഏകദേശം മരിച്ചു, ജീവൻ മാത്രം ബാക്കിയുണ്ട്. അങ്ങനെ രാമൻ കാണുന്നു, സീതയെ അന്വേഷിക്കുന്നു. പിന്നെ വിരഹ ദുഃഖമാണ്, ഒരുപാട് ദുഃഖിച്ചു. ജടായു ഈ രാവണനാണ് അപഹരിച്ചതിൻ്റെ വിവരങ്ങളൊക്കെ പറയുന്നു. കബന്ധനെ കാണുന്നു. സ്വർഗത്തിലേക്ക് ആ കബന്ധനും പോകുന്നു. ജടായുവിന് വേണ്ടതായിട്ട് ശേഷക്രിയകളൊക്കെ ചെയ്ത് കബന്ധനെ കണ്ടു. കബന്ധൻ 2 കൂട്ടർ സ്വർഗത്തിലേക്ക് പോയി. തുടർന്ന് ശബരിയെ കണ്ടു. സീതാവൃത്താന്തം പറയുന്നു. അതുപോലെ തന്നെ ഹനുമാനെ കാണുന്നു. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്യുന്നു. അങ്ങനെ വിശദീകരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അഗ്നി കത്തിച്ച് സത്യം ചെയ്ത് ബാലി എന്തുകൊണ്ടാണ് ശത്രു ആയത് എന്നുള്ള വൃത്താന്തം പറയുന്നു. പഴയ കഥകളൊക്കെ. ഇപ്പം എന്തായാലും ശത്രുവാണ് എനിക്ക് ഏട്ടന് ഞാനും. പക്ഷേ ബാലിയെ ജയിക്കാൻ പ്രയാസമാണ് രാമ. ഏതൊരാൾ എതിരാളിയാണോ എതിരാളിയുടെ ശക്തിയും കൂടി തനിക്ക് കിട്ടും. അതുകൊണ്ട് അവനെ വധിക്കാൻ സാധ്യമല്ല. എന്നെ അടുത്ത് കിട്ടിയാൽ ഉടനെ അവൻ എന്നെ വധിക്കും. അതുകൊണ്ട് അവന് കയറിക്കൂടാത്തതായ ബാലികേറാമലയായിട്ടുള്ള ഋഷ്യമുഖത്തിൽ ഞാൻ വസിക്കുകയാണ്. വിവരങ്ങളൊക്കെ പറഞ്ഞു. ബാലിയെ വധിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരാം, സാഹചര്യം ഞാൻ ഉണ്ടാക്കി അവനെ വധിച്ചോളാം
എങ്കിൽ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള സൈന്യ സന്നാഹങ്ങളും എല്ലാ ഒത്താശകളും ഞാനും ചെയ്യാം എന്ന് പറഞ്ഞത് അവിടെ സഖ്യമുണ്ടായി. അതിൽ വിശ്വാസം സുഗ്രീവന് പോരാ എന്നൊരു തോന്നൽ. ദുന്ദുബിയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നു. അതിനെ കാലുകൊണ്ട് പാദാങ്കുഷ്ടേന വലിച്ചിട്ടു. സപ്തസാലങ്ങളെ ഒരസ്ത്രം കൊണ്ട് ഭഞ്ചിച്ചു. ഇത് ബാലി ചെയ്യാറ് ആർക്കും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സുഗ്രീവന് വിശ്വാസം വന്നു. അങ്ങനെ ഗുഹയിൽ കുറേ കാലം വസിച്ചു. ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. അവസാനം ബാലിയെ വധിച്ചു. സുഗ്രീവനെ കൈക്കിന്തയത്തെ രാജാവാക്കി. സീതാന്വേഷണത്തിന് പുറപ്പെട്ടു. അവസാനം സമ്പാതി കിടക്കുന്നതായിട്ട് കണ്ടു. സ്വയംപ്രഭയെ കാണുന്നതൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. സമ്പാദിയെ കണ്ടു. സമുദ്ര തിലംഘനത്തിന് നിങ്ങളിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. തൻ്റെ കാര്യം പറഞ്ഞു. സൂര്യൻ്റെ നേർക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറന്ന ആ ചിറക് കരിഞ്ഞിട്ടാണ് ഞാൻ ഇപ്രകാരമായത്. ആ ജടായുവിനെ പറ്റി വാനരന്മാർ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഇതെല്ലാം പറയാനായിട്ട് സാധിച്ചത്. അങ്ങനെ വാനരന്മാരെല്ലാം സമുദ്രതീരത്ത് കിടക്കുകയാണ്. എങ്ങനെ സമുദ്രത്തെ ലംഘിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ലാതെ കിടക്കുന്ന സമയത്താണ് സമ്പാതി ഇടപെട്ടതും നിങ്ങളൊരാൾക്ക് അതിനുള്ള കഴിവുണ്ടാവൂ എന്ന് പറയുകയും, ഹനുമാൻ ഒരാൾ പ്രശംസിച്ചാൽ മാത്രമേ അതിനുള്ള കഴിവുണ്ടാവുള്ളൂ എന്ന് ഒരു ശാപമുണ്ട്. കാരണം ഹനുമാൻ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിരുന്നു മഹർഷിമാർക്ക് എന്നാണ്. അത് ശപിച്ചതാണ്. ഇനി ഒരാൾ പ്രശംസിക്കുന്നതുവരെ നിനക്ക് നിൻ്റെ ശക്തിയിൽ അറിവില്ലാതെ പോട്ടെ എന്ന്. അങ്ങനെ ജാമ്പവാൻ പ്രശംസിച്ചു. വായുപുത്രനായിട്ടുള്ള അങ്ങേക്ക് എന്താണ് സമുദ്രം കടക്കാൻ പ്രയാസം? തീർച്ചയായിട്ടും കഴിയുമെന്ന് പറയലും സമുദ്ര തരണത്തിന് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ സമുദ്രം തരണം ചെയ്തു. സീതയെ തെരഞ്ഞു. പഞ്ചസേനാപതികളെയും മന്ത്രിപുത്രന്മാരെയും വധിച്ചു. ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധനമുണ്ടായി. ലങ്കയെല്ലാം ചുട്ടുപൊട്ടിച്ച് സീതയെ മാത്രം രക്ഷിച്ചു. യാതൊരു പോറിലും ഏൽക്കാണ്ട് സീത അവിടെ സ്ഥിതി ചെയ്തു. ആ സീതാവൃത്താന്തം തിരിച്ചു വന്ന് രാമനോട് പറയുകയും ചെയ്തു. സേതു ബന്ധിക്കണം. അതാണ് അടുത്തതായിട്ടുള്ള രംഗം. ഹനുമാൻ മാത്രം കടന്നാൽ പോരെ, ഇവരെല്ലാവരും സമുദ്രം കടക്കണ്ടേ? അതിനെന്താണ് മാർഗം? സേതു ബന്ധിക്കുക. വേറെ വഴിയൊന്നുമില്ല. നളനെ അതിന് ചുമതലപ്പെടുത്തി. വഴി ചോദിച്ച സമയത്ത് സമുദ്രദേവൻ വിസമ്മതിച്ചു. തൻ്റെ ക്രോധം ഭഗവാൻ കാണിച്ചു. ഒരൊറ്റ തുള്ളി വെള്ളം ഇതിനകത്തില്ലാണ്ട് ഞാൻ വറ്റിക്കുന്നു പറയലും പേടിച്ച് സമുദ്രദേവൻ വണങ്ങി എത്രയച്ചാ വഴിയെടുത്തോളാൻ പറഞ്ഞു. അവരെല്ലാം ചിറകെട്ടി 100 യോജന അപ്പുറത്തേക്ക് എത്തി. സൈന്യത്തോടു കൂടിയിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. കുംഭകർണൻ വധിക്കപ്പെട്ടു. അക്ഷകുമാരനെ ഹനുമാൻ തന്നെ വധിച്ചിരുന്നു. പിന്നെ ഇന്ദ്രജിത്തിനെ വധിച്ചു. രാവണനെയും വധിച്ചു. എല്ലാ സൈന്യസൈന്യങ്ങളും കൂടിയിട്ട് യുദ്ധം ഉണ്ടായിട്ട് രാവണൻ്റെ സൈന്യങ്ങളെ മുഴുവനും സകുലം വധിച്ച് സീതാദേവിക്ക് രാമനെ കാണാൻ അത്യധികം വഴുകി നിൽക്കുകയായിരുന്നു. ഹനുമാൻ രാവണൻ വധിക്കപ്പെട്ടതായിട്ട് സീതയോട് പറഞ്ഞു. തന്നെ എത്രയും വേഗം രാമൻ്റെ അടുത്തേക്ക് എത്തിക്കണമെന്ന ആഗ്രഹമുണ്ട്, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട് എന്ന് ഹനുമാനോട് പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വിഭീഷണനെ ലങ്കയിലത്തെ രാജാവായിട്ട് അഭിഷേകവും ചെയ്തു. ആ സീതയെ അലങ്കാരത്തോട് കൂടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് പല്ലക്കിലെടുത്ത് രാമൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. അഗ്നിപ്രവേശം ചെയ്ത സീതാശുദ്ധയാണ് എന്ന് തെളിയിക്കുന്നു. അങ്ങനെ ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ അങ്ങനെ വിമാനത്തിൽ കയറണം. പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലേക്ക് മടക്കയാത്ര, സന്തോഷകരമായിട്ടുള്ളൊരു യാത്ര. ഭരദ്വാജൻ്റെ യാത്ര ആശ്രമത്തിലേക്ക് എത്തി. ഹനുമാനെ താൻ വന്നിട്ടുണ്ട് എന്ന് അയോധ്യയിലേക്ക് വിവരം കൊടുക്കാൻ പറഞ്ഞു. നന്ദിഗ്രാമത്തിലെത്തി. അവിടെ ഭരതനെ കാണുന്നു. തുടർന്ന് പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കം അതിന് ചെയ്തോട്ടെ വിചാരിച്ചാൽ നേരത്തെ ഹനുമാനെ പറഞ്ഞയച്ചത്. ദാ സുമാർ അവിടെ എത്തിയിട്ടുണ്ട്, അവരുടനെ എത്തും എന്നുള്ളൊരു വിവരം അവിടെ കൊടുത്തു. ആഘോഷത്തോടു കൂടിയിട്ട് നിലമെല്ലാം അടിച്ചു തെളിച്ച് കൊടിക്കൂറകളിലെല്ലാം കൂടി നാട്ടി പുഷ്പങ്ങളൊക്കെ വിതറി എല്ലാ പ്രകാരത്തിലും ആഘോഷമായിട്ട് പട്ടാഭിഷേകം ഉണ്ടായി. രാമൻ രാജാവായിരിക്കെ അതീവമായിട്ടുള്ള സുഖം എല്ലാവർക്കും ലഭിച്ചു. കാലത്ത് മഴ പെയ്തു, അകാലത്ത് മഴ പെയ്തില്ല, ദാരിദ്ര്യമില്ല. പാതിവൃത്യത്തോടു കൂടിയിട്ട് സ്ത്രീകൾ സ്ഥിതി ചെയ്തു. പരപത്നിമാരെ സ്ത്രീകളെ നോക്കുപോലും പുരുഷന്മാർ ചെയ്തില്ല. അഗ്നിയിൽ നിന്നുള്ള ഭയമാവട്ടെ, കള്ളന്മാരിൽ നിന്നുള്ള ദുഃഖമാകട്ടെ, ദസ്യുഭയം ഉണ്ടായില്ല. കള്ളന്മാരെ പേടിയില്ല. അങ്ങനെ കൃതയുഗതമമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെച്ചു രാമൻ.
ദാനം ധാരാളം എല്ലാവർക്കും കൊടുത്തു. ചാതുർവർണ്ണ വ്യവസ്ഥ നിലനിർത്തി. ധർണാശ്രമധർമ്മങ്ങൾ അതാത് ആൾക്കാർക്കുള്ളതെല്ലാം ഭംഗിയായി അനുഷ്ഠിച്ചു. 10,000 വർഷം ബ്രഹ്മലോകത്തിന് തുല്യമായിട്ട് തന്നെ ഒരു യാത്ര, ഒരു ഭരണം അവിടെ ഉണ്ടാവുകയും ചെയ്തു. സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരായി പുത്രപൗത്രാദികളോടുകൂട്ട് സുഖമായിട്ട് എല്ലാവരും വസിക്കുകയും ചെയ്തു എന്നങ്ങനെ പറഞ്ഞ് ആ കഥ ചുരുക്കി പറയാണ്. ഈ രാമായണ കഥ ഏതൊരാൾ പറയുക, കേൾക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടോ അവർക്ക് സുഖം ഉണ്ടാവും. പുത്രപൗത്രാദികളോടുമൊത്ത് മരണാനന്തരം പോലും അവർ സ്വർഗത്തിൽ പൂജിക്കപ്പെടും എന്നും ഈ കഥ ലോകം ഉള്ളിടത്തോളം പാടും രാമായണ കഥ വാഴ്ത്തപ്പെടും എന്നും പറഞ്ഞു. കാരണം പഠൻ ദ്വിജോ വാ കൃഷഭർത്തമീയാൻ സ്യാക്ഷത്രിയോ ഭൂമിപതിത്വമീയാൻ മണിജന പുണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. ബ്രാഹ്മണന് വേദജ്ഞാനം ഉണ്ടാവും, ക്ഷത്രിയന് ബാഹുബലം ഉണ്ടാവും, വൈശ്യന് ധനം ഉണ്ടാവും, ശൂദ്രന് ശുദ്ധി ഉണ്ടാവും, എല്ലാ മഹത്വങ്ങളും കൈവരും എന്നും പറഞ്ഞ് ആ കഥ വാൽമീകി നാരദൻ പറഞ്ഞു കൊടുത്ത് നാരദൻ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഇതാണ് ആദ്യത്തെ കഥാസംക്ഷേപം. രാമായണ സംക്ഷേപ രാമായണം എന്നും ഇതിന് പറയും. ഇത് ദിവസവും വായിക്കാൻ പറ്റുന്നതാണെന്നാണ്. ഇത് മാത്രം ദിവസവും വായിച്ചാൽ രാമായണം മുഴുവൻ എത്രയോ പ്രാവശ്യം വായിച്ച ബലം കിട്ടത്രേ. ഇതാണ് സംക്ഷേപ രാമായണം എന്ന് പറയുന്നത്. അങ്ങനെയായിട്ട് എഡിറ്റ് ചെയ്തിട്ട് കിട്ടുന്നുണ്ട് സംക്ഷേപ രാമായണം ആദ്യത്തെ സർഗം. ദിവസവും വായിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഭാഗമാണത് എന്നങ്ങനെ പറഞ്ഞതോടത്താണ് ആദ്യത്തെ സർഗത്തിൽ രാമായണത്തിൻ്റെ ചുരുക്കം പറയുന്നത്. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ദരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്ഥ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.